യു ജി സി കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാൻ മോഡൽ വേണം, ക്യാമറ വേണം, സെറ്റപ്പ് വേണം എന്ന് എപ്പോഴും നിങ്ങൾ കരുതാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് AI യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു പെർഫെക്റ്റ് യു ജി സി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം, പ്രോംപ്റ്റ് മുതൽ ഫൈനൽ വീഡിയോ വരെ. നമ്മൾ യു ജി സി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൈറ്റാണ് ഫ്രീപിക്ക് എന്ന് പറയുന്നത്. ഫ്രീപിക്ക് എല്ലാ ഡിസൈനേഴ്സിനും അറിയാവുന്ന ഒരു സൈറ്റാണ്. അവരിപ്പോൾ നമുക്ക് കുറേ AI മോഡൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ പുതിയൊരു ടൂളായിട്ടുള്ള സ്പേസസ് എന്ന് പറഞ്ഞാൽ, അതായത് നോഡ് ബേസ് ചെയ്തിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സ്പേസസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പുതിയതായിട്ടൊരു സ്ക്രാച്ചിങ് നമുക്ക് തുടങ്ങണം. അപ്പോൾ നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യു ജി സി കണ്ടൻറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂ സ്പേസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കതിനെ ആ ഒരു ഇൻ്റർഫേസിലേക്ക് നമുക്ക് എത്തിപ്പെടും. അതിനുശേഷം വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി രണ്ട് കാര്യങ്ങളാണ് യു ജി സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഒന്ന്, നമുക്കൊരു ഇമേജ് വേണം, അതുപോലെ തന്നെ ഒരു വീഡിയോ ജനറേറ്ററും വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇമേജ് ജനറേറ്റർ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നോഡ് അവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്കൊരു ബോക്സ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ടെക്സ്റ്റ്, ഇവിടെ എന്താണ് റെഫറൻസ് ഇമേജസ് നമുക്ക് കൊടുക്കാം, ഇവിടെ നമുക്ക് ജനറേറ്റ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, ഓട്ടോ ഉണ്ട്, അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റിനൊരു നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ടെക്സ്റ്റ്, അതായത് നമ്മുടെ പ്രോംപ്റ്റ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി സെലക്ട് ചെയ്യേണ്ടത്, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നാനോ ബനാനയാണ്. സോ നാനോ ബനാന പ്രോ ആണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അതും സെലക്ട് ചെയ്തു. ഇനി യു ജി സി കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 9:16 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കണം നമ്മളുടെ ഈ ഇമേജ് ജനറേറ്റ് ആവാൻ. ഓക്കെ, ശരിക്കും ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടൊരു അവതാർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവതാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് നമ്മൾ ശരിക്കും വായിച്ച് നോക്കണം. കാരണം നമുക്ക് നമ്മളുടെ ഫ്രീപിക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയാസ് അതിനകത്തുനിന്ന് കിട്ടും. നമുക്കൊരു എന്താണ് പറയുക, നമുക്ക് ഒരു വിഷ്വലി നമുക്കൊരു ഐഡിയ മൈൻഡിൽ നമുക്ക് വരും. അപ്പം അത് നമുക്ക് കുറച്ചുകൂടെ മോഡിഫൈ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വായിച്ച് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും നമ്മളുടെ ഒരു ഇമേജിൻ്റെ ഇത് ഞാനിവിടെ ജനറേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഞാനിവിടെ 75 ക്രെഡിറ്റ് വെച്ചിട്ട് ഞാനിവിടെ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇമേജ് ജനറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ആ ഒരു അവതാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് മറ്റൊരു ഇമേജ് ജനറേറ്റർ കൂടെ വേണം. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ നോട്ട് ബേസ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലോ, അതായത് നമ്മുടെ AI ഒരു വർക്ക് ഫ്ലോ വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു നോട്ട് ബേസ്ഡ് ആയിട്ട് ഒരു ഇത് ഞാൻ ചെയ്യുന്നത്. ഫ്രീപിക്ക് നമുക്കത് നല്ല രീതിയിൽ നമുക്ക് അഫോർഡബിൾ റേറ്റിലും തരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല സ്പേസും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ അവതാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നല്ല ഒറിജിനൽ റിയലിസ്റ്റിക് ലുക്ക് അവർക്കുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ഇമേജ് ജനറേറ്ററും കൂടെ നമുക്ക് വേണം. സോ അതിലേക്ക് ഇനി നമ്മളുടെ ഈ ഒരു അവതാർ യൂസ് ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത ഒരു സീൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ നോഡ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ റെഫറൻസ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, റെഫറൻസ് ഇപ്പോൾ നമ്മളുടെ ഈ നോഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മുടെ പ്രോഡക്റ്റ് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് നമ്മളൊന്ന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. സോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഇമേജും കൂടെ ഈ ഒരു റെഫറൻസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് എൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ അവതാർ വേണം, അപ്പം ഈ ഒരു പ്രോഡക്റ്റും വേണം. ഇനി ഇതിലേക്ക് നമുക്കൊരു ടെക്സ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യണം, അതായത് അടുത്ത ഒരു പ്രോംപ്റ്റ്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഫോട്ടോഷോപ്പിലെ പോലുള്ള അതേ കീവേഡ്സ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പ്രോംപ്റ്റിനകത്ത് ഈ വ്യക്തി നമ്മുടെ ഈ പ്രോഡക്റ്റ് പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ അതിന് ഞാൻ വീണ്ടും ChatGPTയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി നമ്മളുടെ പ്രോഡക്റ്റ്, അതായത് നമ്മൾ ഓൾറെഡി അതിനകത്ത് റെഫറൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഫ്രം ദിസ് റെഫറൻസ്
അപ്പോൾ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വുമൺ നമ്മുടെ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുകയും അതൊരു കിച്ചണിൽ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോംപ്റ്റാണ് ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആണ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും മറ്റൊരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാനിത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇതിലേക്ക്, അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, നമ്മളുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആണോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് തന്നെയാണോ വരുന്നത് എന്നുള്ള നമ്മൾ റെഫറൻസ്. ഓക്കെ, ഞാൻ അഭിനയനാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1:9:16 എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൺ ചെയ്യുന്നു. സോ അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഇമേജ് ഏകദേശം അവർ സെറ്റായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇത് കുറച്ച് റിയലിസ്റ്റിക്കായി മാറിയോ എന്നൊരു എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ നമുക്കത് അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ചിലപ്പം ഇരിക്കുന്നതാക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു റൗണ്ടും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് ജനറേഷൻ കൂടെ നമ്മൾ കൊടുത്തിട്ട് നമ്മളെ പ്രോംപ്റ്റ് ഈ റെഫറൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൽ യൂസ് ചെയ്തിട്ട് ഞാനിത് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ എൽ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഇമേജ് 2 കൊടുക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ഞാനിവിടെ കൊടുക്കുകയാണ്. ലൈക്ക് ഷീ ഈസ് സിറ്റിംഗ്, അതായത് നമ്മൾ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ. അപ്പോൾ ഞാനവിടെ നമ്മുടെ പ്രോംപ്റ്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യണം ദിസ് പ്രോംപ്റ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഓപ്ഷണലായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് സ്ലൈഡ് കാൻഡിഡ് മൊമെൻറ്റ് നാച്ചുറൽ ഹിപ്പ് ഗ്രിപ്പ് ഓൺ പ്രോഡക്റ്റ്. ഓക്കെ, സോ നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇമേജും കൂടെ നമുക്കൊന്ന് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജ് അവിടെ വീണ്ടും ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഇത് രണ്ടും ടൈപ്പ് ഓഫ് ഇമേജസ് ആണ്. ഷീ ഈസ് ഹാപ്പി ആൻഡ് ഷീ ഈസ് ഓക്കെ, ഏകദേശം ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഇനി ഈ ഏതെങ്കിലും ഒരു ഇമേജ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് എന്നുള്ള രീതിയിൽ എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തു. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫീൽ അവിടെ ഉണ്ട്. പക്ഷേ എന്നാലും ഓക്കെ, നമുക്ക് ഈ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ GPT ഒന്ന് ഇട്ടിട്ട് നമുക്കിതിനെ ഒരു വീഡിയോ പ്രോംപ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യണം. അപ്പം ഒരു ലിപ്സിങ്ക് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ഓക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതൊന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ 10 സെക്കൻഡ് UGC വീഡിയോ പ്രോംപ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് 10 സെക്കൻഡ് തന്നെ വേണമെന്നില്ല. ചിലപ്പോൾ 10 സെക്കൻഡോ 15 സെക്കൻഡോ ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, റിയലിസ്റ്റിക് പ്രോംപ്റ്റ് ഡയലോഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വീഡിയോ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിവിടെ വീഡിയോ ജനറേഷൻ എന്ന് പറയുന്ന ഒരു ജനറേറ്റർ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ഇവിടെ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ നോഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ നോഡ് എന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലിങ് AI ആണ്. സോ ക്ലിങ് 3 ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഞാനൊരു 10 സെക്കൻഡ്സ് ഞാനിവിടെ കൊടുക്കുകയാണ്. ഞാൻ വേണമെങ്കിൽ നമുക്ക് 12 സെക്കൻഡ്സ് ഇരിക്കട്ടെ. അപ്പോൾ അത് 12 സെക്കൻഡ്സ് ഞാൻ വെർട്ടിക്കൽ ഫോർമാറ്റിലേക്ക് കൊടുക്കുന്നു. ഒരു ഇമേജ് നമുക്ക് മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇമേജിൻ്റെ ഫസ്റ്റ് ഇമേജ് നമ്മളിവിടെ കൊടുത്തു. അതെ, സ്റ്റാർട്ട് ഇമേജ് നമ്മൾ കൊടുക്കും. വേണമെങ്കിൽ എൻഡ് ഇമേജും കൊടുക്കാം. പക്ഷേ ഞാനിവിടെ സ്റ്റാർട്ട് ഇമേജ് മാത്രമേ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ. സോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും ടൈപ്പ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആണ് നമ്മളെ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്രോംപ്റ്റ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിലേക്ക് എടുക്കുന്നു. ഞാൻ നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1260 ക്രെഡിറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളനുസരിച്ച് നമുക്കത് മാറ്റിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് 1260 എന്ന് പറയുന്ന ആ ക്രെഡിറ്റ് ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഇത് നമ്മുടെ സ്റ്റാർട്ട് ഇമേജ്, ഇത് നമ്മളുടെ വീഡിയോ ജനറേഷൻ പ്രോംപ്റ്റ്, ഇത് നമ്മുടെ വീഡിയോ ജനറേറ്റർ. ഓക്കെ, ഞാനിവിടെ റൺ കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മളുടെ ആ ഇമേജ് അല്ലെങ്കിൽ ആ വീഡിയോ നമ്മുടെ ഈ ഇമേജിൽ നിന്ന് എങ്ങനെയാണ് ആ വീഡിയോ ക്ലിങ് AI യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ അങ്ങനെ നമ്മളുടെ ഇമേജ് ഒരു വീഡിയോ ആയിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ
നല്ല രീതിയിൽ തന്നെയാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ലാസ്റ്റിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമുക്ക് UGC കണ്ടൻസ് ഫ്രീ പിക്ക് AI യൂസ് ചെയ്തിട്ട് നോട്ട് ബേസ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. Hi, I recently started using this Moringa Karam Podi, and honestly, the taste is amazing. It's spicy, healthy, and goes perfectly with dosa or rice. You should definitely try it.